നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷേ ഞാനിവിടെ 2 കാരണങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, നമ്മൾ ശരീരത്തിനകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതും, മറ്റൊന്ന് നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്ന് വന്ന് അറ്റാച്ചായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. എക്സാമ്പിൾ, നമ്മുടെ ഭക്ഷണത്തിനകത്ത് നമ്മൾ വലിച്ചു വാരി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഗ്യാസ്ട്രിക്, BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെ. പിന്നെ എക്സ്റ്റേണലി എന്തെങ്കിലും പുറത്തു നിന്നിട്ട് നമുക്ക് വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളും, അങ്ങനെ. ഇതുപോലെയാണ് നമ്മുടെ മൈൻഡിനകത്തും ഇഷ്യൂസ് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ മൈൻഡിനകത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നതും. 2, പുറത്തു നിന്നിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പാകത്തിന് നമ്മൾ അവർക്ക് അവൈലബിൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പുറത്തു നിന്ന് അറ്റാക്കിന് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് രണ്ടും നമ്മുടെ മൈൻഡിനെ ഒരുപാട് സ്ട്രെസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിനും. നമ്മൾ മൈൻഡിനകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ മൈൻഡിനെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് നടുവിൽ നമ്മൾ അവൈലബിൾ ആകുന്നത് കൊണ്ടും നമ്മുടെ മൈൻഡിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വന്നു കയറാനായിട്ടുള്ള സാഹചര്യവും സാധ്യതകളും കൂടുതലാണ്. ഏറ്റവും ആദ്യത്തേത്, നമ്മൾ മൈൻഡിനകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും നിസ്സാരമെന്ന്, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കാലാകാലങ്ങളോളം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അവിടെ ഇരുന്ന് നമ്മുടെ മൈൻഡിനകത്തേക്ക് വേറെ പല റൂട്ടിലേക്ക് സഞ്ചരിച്ച് മൈൻഡിൻ്റെ ഹെൽത്തിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ നമ്മൾ അറിയത്തില്ല. എക്സാമ്പിൾ, ചില വ്യക്തികളോടുള്ള ദേഷ്യമോ ചില വ്യക്തികളടുത്തുള്ള വല്ലാണ്ടുള്ള ഇറിറ്റേഷനൊക്കെ നമ്മൾ ഡെയിലി ദിനമായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് ആ വ്യക്തിയോടുള്ള ദേഷ്യം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഓർഗൻസിലേക്ക് നമ്മളിങ്ങനെ അതിൻ്റെ റൂട്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ അത് ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നിട്ടുണ്ടായ എന്തെങ്കിലും ഒരു അറ്റാക്ക് കാരണം നമുക്കുണ്ടായ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയമായിരിക്കാം. പക്ഷേ നമ്മൾ അതിനെ നമ്മുടെ മൈൻഡിനകത്ത് ഒരിക്കലും റിലീസാകാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കാരണം ആദ്യമൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല എങ്കിലും ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതെന്താണ് പിന്നീട് ചെയ്യുന്നത് എന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ ഇത് മൊത്തത്തിൽ ഇല്ലാതാക്കും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഇല്ലാണ്ടാക്കും, നമ്മുടെ ഫേസിൻ്റെ ഒരു പ്രസരിപ്പിനെ ഇല്ലാണ്ടാക്കും, നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഗ്ലോയെ ഇല്ലാതാക്കും. 2, നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ. എക്സ്റ്റേണലി നമ്മിലേക്ക് വരുന്നതാണ്. നമ്മിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും, നമുക്ക് നല്ല സ്വഭാവ ഗുണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ചെന്ന് കണക്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന, എല്ലാറ്റിനെയും നെഗറ്റീവായിട്ട് കാണുന്ന, എല്ലാറ്റിനെയും നെഗറ്റീവായിട്ട് അബ്സോർബ് ചെയ്യുന്ന ചില വ്യക്തികളുമായിട്ടാണ് നമ്മുടെ ഏറ്റവും അധികമുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുണ്ടെങ്കിൽ അതും നമ്മളെ വളരെയധികം, നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ 2 ഏരിയയും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എടുക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങളിൽ വരുന്ന പാളിച്ചകളും എക്സ്റ്റേണലി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും പോലെയാണ് മനസ്സിനേൽക്കുന്ന ഈ 2 കാര്യങ്ങളും. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ആവശ്യമില്ലാണ്ടുള്ള പെയിനും ദേഷ്യവും ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും. മറ്റൊന്ന്, നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതും. ഈ 2 ഏരിയയും നമ്മൾ വളരെയധികം സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ.